നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ തിഥി, അത് സാക്ഷാൽ അക്ഷയ തൃതീയയാണ്. ഈ വർഷത്തെ അക്ഷയ തൃതീയ വരുന്നത് നാളെ ഞായറാഴ്ചയാണ്. കൃത്യം പറഞ്ഞാൽ 2026 ഏപ്രിൽ 19 നാളെ ഞായറാഴ്ച. അക്ഷയ തൃതീയ എന്ന് കേൾക്കുമ്പം ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിവെത്തുന്നത് സ്വർണം വാങ്ങിക്കേണ്ട ദിവസം എന്നുള്ളതാണ്. എന്നാൽ അക്ഷയ തൃതീയ എന്ന് പറയുന്നത് സ്വർണം വാങ്ങിക്കേണ്ട ദിവസമല്ല. അതിനേക്കാൾ ഫലം തരുന്ന കാര്യങ്ങൾ നമുക്ക് നമ്മുടെ വീട്ടിൽ, നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ള ദിവസമാണ്. പലരും സ്വർണം വാങ്ങിക്കേണ്ട ദിവസമാണ് അക്ഷയ തൃതീയ എന്നാണ് കരുതി വെച്ചിരിക്കുന്നത്. അതിനേക്കാൾ ഫലം കിട്ടുന്ന കാര്യങ്ങളുണ്ട് കേട്ടോ. 8 കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു തരാം. നിങ്ങൾ സ്വർണം വാങ്ങിയാലും ഇല്ലെങ്കിലും ഈ 8 കാര്യങ്ങളിൽ ഒരെണ്ണമെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ചെയ്യൂ. നിങ്ങളുടെ വീട് രക്ഷപ്പെടും. മഹാലക്ഷ്മി ദേവി ആ വീട്ടിൽ വരും. എല്ലാ ദുഃഖ ദുരിതങ്ങളും നീക്കി ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും പ്രദാനം ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇന്ന് പറയാൻ പോകുന്നത് ആ 8 കാര്യങ്ങളാണ്. അപ്പൊ ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങൾ 8 എണ്ണവും കേട്ടു നോക്കൂ. പറ്റുന്ന ഒരെണ്ണം, 8 കാര്യം പറയാം, പറ്റുന്ന ഒരെണ്ണം നിങ്ങളുടെ വീട്ടിൽ ചെയ്യൂ. സ്വർണം വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും ചെയ്യൂ. അത് നിങ്ങൾക്ക് വലിയ ഐശ്വര്യം, നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതം തീർത്തു തരും. ആ വീട് രക്ഷപ്പെടുന്നതായിരിക്കും. അപ്പൊ ദീർഘിപ്പിക്കുന്നില്ല, ഒന്നൊന്നായിട്ട് നോക്കാം. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, വീട്ടിൽ ഞാൻ ഈ പറയുന്ന 3 ചെടികളിൽ ഏതെങ്കിലും ഒരെണ്ണം കൊണ്ടുവന്ന് നടുക എന്നുള്ളതാണ്. മറ്റുള്ള ഏതെങ്കിലും വീടുകളിൽ നിന്നോ, നിങ്ങളുടെ പരിചയത്തിലുള്ള ഏതെങ്കിലും സ്ഥലത്ത് നിന്നോ, അല്ലെങ്കിൽ നഴ്സറിയിൽ നിന്നോ ഈ 3 ചെടികളിൽ ഏതെങ്കിലും ഒരെണ്ണം വീട്ടുമുറ്റത്ത് കൊണ്ടുവന്ന് നടുക എന്നുള്ളതാണ് ഏറ്റവും ഐശ്വര്യം കേട്ടോ. സമ്പൽ സമൃദ്ധിയുടെ ലക്ഷണമായിരിക്കും ഇന്നത്തെ ദിവസം ഈ ചെടി നടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ. 3 എണ്ണം പറഞ്ഞു തരാം. 3 എണ്ണത്തിൽ ഏതിൻ്റെ തൈയാണോ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് കൊണ്ടുവന്ന് ഈ അക്ഷയ തൃതീയ രാത്രി കഴിയുന്നതിന് മുമ്പ് വീട്ടിൽ നട്ടു വളർത്തു. ആ ചെടി വളരുമ്പം നിങ്ങളുടെ ജീവിതത്തിലെ ഐശ്വര്യവും സമ്പത്തും അതുപോലെ കുതിച്ചുയരും. ഏറ്റവും ഐശ്വര്യമുള്ള കാര്യമാണ്. ഒന്നാമത്തെന്ന് പറയുന്നത് വെറ്റിലയാണ്. വെറ്റില മഹാലക്ഷ്മി കുടികൊള്ളുന്ന ചെടിയാണ് വെറ്റില എന്ന് പറയുന്നത്. വെറ്റില കൊണ്ടുവരിക, അക്ഷയ തൃതീയ നാളിൽ കൊണ്ടുവന്ന് നടുക. വീടിന്റെ വടക്ക് വശത്ത് നടാമെങ്കിൽ ഏറ്റവും ഗംഭീരമാണ്. അത് വളരും പോലെ സമ്പത്തും സമൃദ്ധിയും വളരും എന്നുള്ളതാണ്. രണ്ടാമത്തത് നെല്ലിയാണ്. മഹാവിഷ്ണു മഹാലക്ഷ്മി സംഗമ സ്ഥാനമായിട്ടാണ് നെല്ലിയെ കണക്കാക്കുന്നത്. നെല്ലിയുടെ തൈ കൊണ്ടുവന്ന് നിങ്ങളുടെ വീടിന്റെ വടക്ക് ഭാഗത്തോ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോ കൊണ്ടുവന്ന് നടുന്നത് ഏറ്റവും ഗംഭീരമാണ്. മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മൈലാഞ്ചി ചെടി കൊണ്ടുവന്ന് വീടിന്റെ മുൻവശത്ത് നടാവുന്നുണ്ടെങ്കിൽ, വീടിന്റെ ദർശനം എങ്ങോട്ടാണോ ആ ദർശനം, ആ ഫ്രണ്ട് ഡോറ് വിട്ട് ഇടതോ വലതോ ഈ മൈലാഞ്ചി ചെടി നടുക എന്ന് പറയും. മൈലാഞ്ചി എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മഹാലക്ഷ്മിയാണെന്നാണ് പറയുന്നത്. മൈലാഞ്ചി ചെടി കൊണ്ടുവന്ന് വീടിന്റെ മുൻഭാഗത്ത് എവിടെങ്കിലും, വാതിൽ തുറന്നിറങ്ങുമ്പം ആ ഇടതുവശത്തോ വലതുവശത്തോ എവിടെങ്കിലും ആയിട്ട് നടുക. ഈ 3 ചെടികളിൽ ഏതെങ്കിലും ഒരു ചെടി വീട്ടിൽ കൊണ്ടുവന്ന് നടാൻ സാധിച്ചാൽ അതിൽ പരമൊരു ഐശ്വര്യം, മഹാലക്ഷ്മി വീട്ടിലേക്ക് വരുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ്. ആ വീടിന്റെ ഉയർച്ചയും ഐശ്വര്യവും അതോടുകൂടി ആരംഭിച്ചു എന്നുള്ളതാണ്. പുരാണങ്ങൾ പ്രകാരം അക്ഷയ തൃതീയ എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിക്ക് വരം ലഭിച്ച ദിവസമാണ്. ആരിൽ നിന്ന്? മഹാവിഷ്ണു ഭഗവാനിൽ നിന്ന്. മഹാവിഷ്ണു ഭഗവാൻ മഹാലക്ഷ്മിക്ക് വരം കൊടുത്ത ദിവസമാണ് ഈ പറയുന്ന അക്ഷയ തൃതീയ ദിവസം. എന്ത് വരവാ ഭഗവാൻ കൊടുത്തത്? ഭഗവാന്റെ നെഞ്ചിൽ കുടികൊള്ളാനുള്ള ഭഗവതിക്ക് അവസരം കൊടുത്ത, അല്ലെങ്കിൽ വരം കൊടുത്ത ദിവസമാണ്. ഭഗവാന്റെ നെഞ്ചിൽ ഭഗവതി കുടികൊള്ളാൻ അനുവാദം കൊടുത്ത ദിവസമാണ് അക്ഷയ തൃതീയ ദിവസം എന്ന് പറയുന്നത്. മാത്രമല്ല, മഹാലക്ഷ്മി കുബേരന് നിധികുംഭം കൊടുത്ത് അനുഗ്രഹിച്ച് കുബേരനെ കുബേരനാക്കി തീർത്ത ദിവസവും അക്ഷയ തൃതീയ ദിവസമാണ്. തീർന്നില്ല, പാഞ്ചാലിക്ക് അക്ഷയപാത്രം നൽകി ഭഗവാൻ അനുഗ്രഹിച്ച ദിവസവും ഈ അക്ഷയ തൃതീയ ദിവസമാണ്. വീണ്ടും തീർന്നില്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് ഭഗവാൻ പരമേശ്വരൻ അന്നപൂർണേശ്വരി ദേവിയോട് ഭിക്ഷ യാചിച്ച ദിവസവും ഈ അക്ഷയ തൃതീയ ദിവസമാണ്. അതുകൊണ്ട് ഈ ഒരു ദിവസം ഏറ്റവും കേമമായിട്ടുള്ള പ്രവൃത്തിയാണ് ഞാൻ ഈ പറഞ്ഞ ചെടി വീട്ടിൽ നടുക. ഈ 3 ചെടികളിൽ ഏതെങ്കിലും ഒന്ന് വീട്ടിൽ നടുക എന്ന് പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്.
രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വീട്ടിനടുത്ത് മഹാലക്ഷ്മി ക്ഷേത്രം ഉണ്ടെങ്കിൽ, മഹാലക്ഷ്മി പ്രതിഷ്ഠയുള്ള, മഹാലക്ഷ്മിയായിട്ട് പ്രതിഷ്ഠയുള്ള അമ്പലമോ അല്ലെ അമ്പലത്തിൽ ഉപകോവിലോ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതല്ല ലക്ഷ്മി നാരായണ ക്ഷേത്രം ഉണ്ടെങ്കിൽ ആ അമ്പലം ആയാലും മതി. ആ അമ്പലത്തിൽ പോയി ഈ ഒരു വഴിപാട് നിങ്ങൾ ചെയ്യണം കേട്ടോ. 2 വഴിപാട് പറഞ്ഞുതരാം. 2 എണ്ണത്തിൽ ഏതാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, അക്ഷയ തൃതീയ ദിവസം ഞായറാഴ്ച ദിവസവും കൂടെ വീട്ടിനടുത്ത് ലക്ഷ്മി ആലയം ഉണ്ടെങ്കിൽ, ലക്ഷ്മി ക്ഷേത്രം, ലക്ഷ്മി കോവിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ പോയി ഞാൻ ഈ പറയുന്ന 2 വഴിപാടിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണം അവിടെ ചെയ്യണം. അത് ഗംഭീരമായിരിക്കും കേട്ടോ. ആ വീട് രക്ഷപ്പെടും. എത്ര ദാരിദ്ര്യത്തിൽ കിടക്കുന്ന വീടായാലും വരുന്ന ഒരു വർഷം കൊണ്ട് ആ വീട് രക്ഷപ്പെട്ടിരിക്കും. ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഒന്ന്, നിങ്ങൾക്ക് അവിടെ പോയി മഞ്ഞൾപ്പറ സമർപ്പിക്കാം. ലക്ഷ്മി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ അക്ഷയ തൃതീയ ദിവസം മഞ്ഞൾപ്പറ നടത്താൻ പറ്റിയാൽ അതിൽ പരമൊരു ഐശ്വര്യം വേറെ ഇല്ല. ഇനി മഞ്ഞൾപ്പറ നടത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ അമ്പലത്തിൽ പോയി ഭഗവതിക്ക്, അതായത് മഹാലക്ഷ്മിക്ക്, ശ്രീ സൂക്ത പുഷ്പാഞ്ജലി എന്നൊരു പുഷ്പാഞ്ജലി ഉണ്ട്. എന്താ പുഷ്പാഞ്ജലിയുടെ പേര്? ശ്രീ സൂക്ത പുഷ്പാഞ്ജലി. ആ പുഷ്പാഞ്ജലി ചെയ്യിക്കണം കേട്ടോ. ഗംഭീര ഫലമായിരിക്കും. സ്വർണം വാങ്ങാൻ പറ്റാത്തവരും പറ്റുന്നവരും ഒക്കെ പോയി ചെയ്യിക്കണം. നിങ്ങൾ സ്വർണം മാത്രം വാങ്ങിയോണ്ട് അർത്ഥമാവുന്നില്ല, അല്ലെ സ്വർണം വാങ്ങാൻ പറ്റിയില്ല എന്ന് വിചാരിച്ച് വിഷമിച്ചിട്ടും കാര്യമില്ല. ഈ ഒരു വഴിപാടൊന്ന് നടത്തി നോക്കിക്കേ. തുച്ഛമായ പൈസയേ ഉള്ളൂ, 100 രൂപയിൽ താഴെ ആവുള്ളൂ. ഏറ്റവും വലിയ ഐശ്വര്യം തരുന്ന വഴിപാടാണ്. ഒന്നുകിൽ മഞ്ഞൾപ്പറ സമർപ്പിക്കുക. മഞ്ഞൾപ്പറ നടത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ശ്രീ സൂക്ത പുഷ്പാഞ്ജലിക്ക് രസീതാക്കുക, അത് നടത്തിക്കുക എന്നുള്ളതാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. പറ്റുന്ന എല്ലാവരും ചെയ്യണം കേട്ടോ. മൂന്നാമത്തേത് എന്ന് പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ കുബേര ചിത്രമോ ലക്ഷ്മി ചിത്രമോ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ചിത്രം കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് കയറുന്നത്, കൊണ്ടുവന്ന് പൂജാമുറിയിൽ സ്ഥാപിക്കുന്നത്, അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നിടത്ത് സ്ഥാപിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഐശ്വര്യം കേട്ടോ. കുബേര ചിത്രമായാലും ലക്ഷ്മി ചിത്രമായാലും, ലക്ഷ്മി കുബേര ചിത്രമുണ്ട്, രണ്ടും കൂടെ ചേരുന്നത്, അതായാലും മതി. വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുക എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മഹാലക്ഷ്മിയും കുബേരനും വീട്ടിൽ വന്ന് കയറുന്നതിന് തുല്യമാണ്. ഈ 3 ചിത്രങ്ങളിൽ ഏതായാലും മതി, തുല്യ ഫലമാണ്, ഐശ്വര്യം വിളങ്ങും എന്നുള്ളതാണ്. ആ വീട്ടിലെ ദാരിദ്ര്യ, ദുഃഖം, സാമ്പത്തിക ദുരിതങ്ങളൊക്കെ അവസാനിക്കും എന്നുള്ളതാണ് ഏറ്റവും ശക്തിയുള്ള കാര്യം കേട്ടോ. വീട്ടിലുള്ളവർ വാങ്ങിക്കേണ്ട, ചിലപ്പം വീട്ടിൽ ലക്ഷ്മി ചിത്രം ഉണ്ടായിരിക്കും, അല്ലെ കുബേര ചിത്രം ഉണ്ടായിരിക്കും, ഉള്ളവർ വീണ്ടും വീണ്ടും വാങ്ങിച്ചുകൊണ്ട് വരേണ്ട കാര്യമില്ല. ഇല്ലാത്തവർ വാങ്ങിക്കും. ഇപ്പോൾ ലക്ഷ്മി ചിത്രം ഉണ്ട്, കുബേര ചിത്രം ഇല്ലെങ്കിൽ കുബേര ചിത്രം വാങ്ങിക്കോളൂ, ലക്ഷ്മി കുബേര ചിത്രം വാങ്ങിക്കോളൂ, ഏറ്റവും നല്ലതാണ്. പക്ഷേ ലക്ഷ്മി ചിത്രം ഇരിക്കുമ്പോൾ വീണ്ടും ഒരു ലക്ഷ്മി ചിത്രം വാങ്ങിച്ചുകൊണ്ട് വരേണ്ട കാര്യമില്ല. ഇല്ലാത്തവർ വാങ്ങിക്കൂ. അതിൽ പരമൊരു ഐശ്വര്യം വേറെ കിട്ടാനില്ല. സ്വർണം വാങ്ങിക്കുന്നതിനൊക്കെയും 100 മടങ്ങ് ഫലം കിട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ഇതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും ശ്രദ്ധിക്കണം. നിങ്ങളുടെ വീട്ടിൽ നിലവിളക്ക് വെക്കുന്നവർ, നാളത്തെ ദിവസം രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടായാലും മതി, നിലവിളക്ക് വെക്കുന്ന സമയത്ത് നിലവിളക്കിൻ്റെ മുന്നിൽ ഒരു നാണയപ്പറ സമർപ്പിക്കുക. എന്താണ് നാണയപ്പറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നല്ല ചെറിയ പറയുണ്ടല്ലോ, നമ്മളുടെ ഗ്ലാസ് സൈസിലുള്ള ചെറിയ, നമ്മുടെ കൈവെള്ളയിൽ ഇരിക്കുന്ന രീതിയിലുള്ള ചെറിയ പറ, ആ ഒരു പറ എടുത്തിട്ട്, പറ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു മൊന്തയോ അല്ലെങ്കിൽ ഒരു നല്ല അല്പം വലിപ്പമുള്ള ഒരു ഗ്ലാസ്സോ ആയാലും മതി, എടുത്തിട്ട് അതിൽ കുറച്ച് നാണയങ്ങൾ, അത് നിറയുന്ന രീതിയിൽ, ആ മൊന്ത അല്ലെങ്കിൽ പാത്രം അല്ലെങ്കിൽ പറ നിറയുന്ന രീതിയിൽ നാണയങ്ങൾ ഇടുക. നാണയങ്ങൾ എടുത്തിട്ട് ഒരു പിടി നാണയങ്ങൾ 10-100 രൂപ ചില്ലറ മാറി എടുത്ത് ഒന്ന് കഴുകി വൃത്തിയാക്കി ആ നാണയങ്ങൾ ആ പറയ്ക്കുള്ളിൽ ഇടുക. നിലവിളക്ക് സന്ധ്യയ്ക്ക് കത്തിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിലവിളക്ക് നാളെ രാവിലെ, ഞായറാഴ്ച ദിവസം രാവിലെ കത്തിക്കുന്ന സമയത്ത് നിലവിളക്കിൻ്റെ മുന്നിൽ ഈ നാണയപ്പറ വെച്ചിട്ട് ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ എന്ന് 108 തവണ ജപിച്ച് മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക. ആ വീട് രക്ഷപ്പെടും കേട്ടോ. എത്ര വലിയ സാമ്പത്തിക ദുരിത ദുഃഖങ്ങളിൽ കിടക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇത് ചെയ്യൂ. ഞാൻ ഈ പറഞ്ഞു തരുന്ന 8 കാര്യത്തിൽ ഒരെണ്ണമേ ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. 8ഉം ചെയ്യാൻ പറ്റുന്നവരുണ്ടേ ചെയ്തോളൂ, ഏറ്റവും നല്ലത് തന്നെയാണ്. ഏറ്റവും കുറഞ്ഞത് ഒന്നെങ്കിലും ചെയ്യണമെന്ന് മാത്രം. ഇപ്പം ഇത് പറ്റുന്നതൊക്കെ ചെയ്തോ, 2ഓ 3ഓ ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തോ, ഏറ്റവും നല്ലതാണ്. വിളക്ക് കത്തിക്കുമ്പം വിളക്കിൻ്റെ മുന്നിൽ ഒരു പറ വെച്ച് അതിൽ നാണയമിട്ട് നാണയപ്പറ സമർപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാര്യമാണ്. എല്ലാവരും പറ്റുന്നവർ ചെയ്യണം കേട്ടോ. ഇതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നാളത്തെ ദിവസം അന്നദാനത്തിന് പൈസ കൊടുക്കുക എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പൈസയൊന്നും കൊടുക്കാനില്ല, 100 രൂപയേ ഉള്ളൂ, അല്ലെ 10 രൂപയേ ഉള്ളൂ.
അത് നിങ്ങൾ അന്നദാനത്തിന് കാണിക്കയായിട്ട് കൊണ്ടുവിടുക. അന്നദാന വഞ്ചി വെച്ചിട്ടുണ്ടാവുമല്ലോ അമ്പലങ്ങളിൽ, ആ അന്നദാന വഞ്ചിയിൽ അന്നദാനത്തിനായിട്ട് വെച്ചിരിക്കുന്ന ഭണ്ഡാരത്തിൽ ഇടുക, അന്നദാനത്തിനായിട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരിടത്ത്, അത് ക്ഷേത്രങ്ങൾ തന്നെ ആവണമെന്നില്ല, അന്നദാനം നടത്തുന്ന ഏത് സന്നദ്ധ സംഘടനയോ അല്ലെങ്കിൽ അന്നദാനം നടത്തുന്ന ട്രസ്റ്റോ ക്ഷേത്രമോ എവിടെയാണെന്ന് വെച്ചാൽ അന്നദാനത്തിന് നാളത്തെ ദിവസം നിങ്ങളാൽ കഴിയുന്നത്, അത് 1 രൂപയെന്നോ 1000 രൂപയെന്നോ ലക്ഷമെന്നോ ഒന്നുമില്ല, നിങ്ങളാൽ കഴിയുന്നത്, നിങ്ങളുടെ കഴിവിന് 1 രൂപയെ കൊടുക്കാൻ പറ്റുന്നുള്ളൂ, അത് നിങ്ങൾ കൊണ്ടുപോയി അന്നദാന വഞ്ചിയിൽ. അമ്പലത്തിൽ തൊഴാൻ പോകുന്നവരൊക്കെ ഞായറാഴ്ച അമ്പലത്തിൽ തൊഴാൻ പോകുമ്പം അന്നദാന വഞ്ചി ഉണ്ടെങ്കിൽ നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം അതിലിടും, നിങ്ങളെ കൊണ്ട് പറ്റുന്ന മതി അതിടും, ഇട്ട് പ്രാർത്ഥിക്കും. അത് നിങ്ങൾക്ക് ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ഏറ്റവും അന്നദാനത്തിന് പണം മുടക്കാനായിട്ട്, അന്നദാനത്തിന് കൊടുക്കാനായിട്ട് ഇതിനേക്കാൾ നല്ലൊരു ദിവസമല്ല. അന്നദാനത്തിന് എപ്പം കൊടുത്താലും ഐശ്വര്യമാണ്, അത് 100 ഇരട്ടിയാകുന്ന ദിവസമാണ് അക്ഷയ തൃതീയ ദിവസം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഭഗവാൻ മഹാദേവൻ അന്നപൂർണേശ്വരിയോട് ഭിക്ഷ യാചിച്ച ദിവസമാണ് പുരാണങ്ങൾ പ്രകാരം അക്ഷയ തൃതീയ ദിവസം. ആ ഒരു ഐതിഹ്യത്തിൻ്റെ മഹത്വമാണ് ഇവിടെ വെളിവാകുന്നതെന്ന് പറയുന്നത്. അപ്പം ആ ഒരു അന്നദാനത്തിന് പണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതാണ് നിങ്ങൾ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്. ഇതാണ് 5ാമത്തെ കാര്യം. 6ാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം പശുവിന് ആഹാരം നൽകുക എന്നുള്ളതാണ്. നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തോ നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലോ പശുവോ പശുക്കിടാവോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പടല പഴമോ അല്ലെങ്കിൽ അവർക്ക് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും വസ്തുക്കളോ വാങ്ങി ദാനമായിട്ട് പശുവിന് ആഹാരം നൽകുക, പശുവിനെ ഊട്ടുക. അതിൽ പരമൊരു ഐശ്വര്യമില്ല കേട്ടോ. ഏറ്റവും ഐശ്വര്യമായിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ. ഞാൻ ഈ പറഞ്ഞില്ലേ, സ്വർണം വാങ്ങുന്നതിനേക്കാൾ ഫലം കിട്ടുന്ന കാര്യങ്ങളായി പറയുന്നത്. അതെല്ലാം കഴിഞ്ഞേ സ്വർണം വാങ്ങുന്നത് വരുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഇത് പശുവിനെ ഊട്ടുക എന്ന് പറയുന്നത് ഏറ്റവും ഗംഭീരമാണ്. നിങ്ങൾക്ക് ആർക്കാണോ അതിന് പറ്റുന്നവർ ചെയ്യുക, അതിൻ്റെ ഐശ്വര്യം കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ്. ഇതാണ് 6ാമത്തത്. 7ാമത്തേത് എന്ന് പറയുന്നത് വീടൊരുങ്ങി ഭഗവതി മഹാലക്ഷ്മിയെ സ്വീകരിക്കുക എന്നുള്ളതാണ്. എന്താണ് വീടൊരുങ്ങി ഭഗവതി മഹാലക്ഷ്മിയെ സ്വീകരിക്കുന്നത്? നിങ്ങളുടെ വീടിൻ്റെ തിണ്ണഭാഗവും മുറ്റവും വിളക്ക് കത്തിക്കുന്നിടവും പൂജാമുറിയും ഒക്കെ മഞ്ഞൾ വെള്ളം തളിച്ച് ഒന്ന് ഐശ്വര്യമാക്കി ശുദ്ധിയാക്കി തൂത്ത് വൃത്തിയാക്കി മഞ്ഞൾ ജലം തളിച്ചിട്ട് ഒരു നല്ല മാവില തോരണം. എന്താണ് മാവില തോരണം എന്ന് പറഞ്ഞാൽ, ഒരു നല്ല ചരടോ ചണമോ എടുത്ത് അതിൽ മാവിലകൾ 12 എണ്ണം തൂക്കിയിട്ട്, കൊരുത്ത് 12 മാവിലകൾ തൂക്കിയിട്ട് അത് നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിലിന് കുറുകെ സ്ഥാപിക്കുക. വീടിൻ്റെ മെയിൻ ഡോറിന് കുറുകെ ആ മാവില തോരണം സ്ഥാപിക്കുക. ഏറ്റവും ഗംഭീരം കേട്ടോ, ഏറ്റവും ഗംഭീരമാണ്. ഭഗവതിയെ സ്വീകരിക്കാൻ ആ വീട് ഒരുങ്ങി എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. പറ്റിയാൽ മഞ്ഞളും കുങ്കുമവും ചാലിച്ച്, ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന മഞ്ഞൾ പ്രസാദവും അല്ലെങ്കിൽ നിങ്ങൾക്ക് സിന്ദൂര പൊട്ടുമൊക്കെ കാണുമല്ലോ, സിന്ദൂരമൊക്കെ കാണുമല്ലോ, അല്ലെങ്കിൽ കുങ്കുമമൊക്കെ കാണുമല്ലോ, അതും കുങ്കുമം, മഞ്ഞളും കുങ്കുമവും കൂടെ കുഴച്ച് ആ 12 ഇലകളിലും ഓരോ പൊട്ടും കൂടെ തൊടാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല. അത് നിങ്ങളുടെ വീടിൻ്റെ മെയിൻ ഡോറിന് കുറുകെയായിട്ട് ഇങ്ങനെ വലിച്ച് കെട്ടിയിരിക്കണം. ഏറ്റവും ഐശ്വര്യം. അത് അക്ഷയ തൃതീയ കഴിഞ്ഞ് കഴിയുമ്പോൾ പിറ്റേ ദിവസം നിങ്ങൾക്ക് അങ്ങ് അഴിച്ച് മാറ്റുകയും ചെയ്യാം. ഏറ്റവും നല്ലതാണ് കേട്ടോ. ഭഗവതിയെ സ്വീകരിക്കാൻ വീടൊരുങ്ങി, ആ വീട്ടിൽ ഭഗവതി ഉറപ്പായിട്ടും വരും. എത്ര ദോഷങ്ങളിൽ നിൽക്കുന്ന വീടാണെങ്കിലും വന്ന് അനുഗ്രഹിച്ച് പോകുമെന്നാണ് പറയുന്നത്. അക്ഷയ തൃതീയയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കർമ്മമാണ് ഇത് എന്ന് പറയുന്നത്. ഇതാണ് 6ാമത്തെ കാര്യം. 7ാമത്തെ കാര്യം എന്ന് പറയുന്നത്. അടുത്തത് 8ാമത്തത് അവസാനത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നാളെ വെള്ളിയോ സ്വർണമോ മറ്റ് ലോഹനിർമ്മിതമായിട്ടുള്ള വീട്ടുവസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ ഒഴിച്ചുള്ള വീട്ടിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ആഭരണങ്ങൾ, നമ്മൾ മോടി പിടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഇതൊക്കെ വാങ്ങിക്കാം. ഏറ്റവും നല്ലത് അത് സ്വർണം തന്നെ ആവണമെന്നില്ല, വെള്ളിയായാലും മതി. ലക്ഷ്മി ചിത്രം ആലേഖനം ചെയ്ത നാണയം, അത് വെള്ളിയിലോ സ്വർണത്തിലോ മറ്റു ലോഹങ്ങളിലോ തീർത്തത് വാങ്ങുന്നത് ഏറ്റവും ഗംഭീരമാണ് കേട്ടോ. അപ്പോൾ ഈ സ്വർണ്ണ ആഭരണങ്ങൾ തന്നെ വാങ്ങിക്കണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ 1 ഗ്രാമിനുള്ള പൈസ ഇരിക്കുന്നുള്ളെന്നുണ്ടെങ്കിൽ 1 ഗ്രാമിൻ്റെ ലക്ഷ്മി ആലേഖനം ചെയ്ത കോയിൻ ആണെന്നുണ്ടെങ്കിലും, ചെറിയ കോയിൻ ആയിരിക്കും, അതിനകത്ത് ചെറുതായിട്ട് ആലേഖനം ചെയ്ത് തരും. അത് നമുക്ക് വെള്ളിയിൽ തീർത്തതും വാങ്ങിക്കാൻ പറ്റും, നമുക്ക് സ്വർണ്ണത്തിലുള്ളതും വാങ്ങിക്കാൻ പറ്റും. ഏത് വാങ്ങിച്ചാലും ഒരേ ഫലം തന്നെ. സ്വർണം വാങ്ങിക്കുമ്പോൾ അതിന് കൂടുതൽ ഫലം അങ്ങനൊന്നുമില്ല. സ്വർണ്ണം ആയാലോ വെള്ളി ആയാലോ മറ്റ് ലോഹത്തിലുള്ളയാലോ ലക്ഷ്മി ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഗംഭീരമായിരിക്കും എന്നുള്ളതാണ്. ഇതാണ് 8ാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ 8 കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു തന്നു. ഈ 8 കാര്യങ്ങളിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരെണ്ണമെങ്കിലും നാളത്തെ അക്ഷയ തൃതീയ ദിവസം വീട്ടിൽ വാങ്ങിക്കുക. അയ്യോ സ്വർണം വാങ്ങിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് കരുതി ആരും വിഷമിക്കേണ്ട. അതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു തന്നത്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരെണ്ണം ചെയ്യൂ. അതിൻ്റെ ഗുണം നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും
തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇത് പറയാൻ വേണ്ടിയാണ് വന്നത്. അക്ഷയതൃതീയ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എൻ്റെ അമ്മ മഹാലക്ഷ്മി നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.